നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വന്ന് ലാലിഗ വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. ബാഴ്സലോണയ്ക്ക് ഒരു ഘട്ടത്തിൽ വലിയ ആധിപത്യവും അഡ്വാൻറ്റേജും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ എൽ ക്ലാസിക്കോക്ക് ശേഷമുള്ള ബാഴ്സയുടെ ഫോമിൻ്റെ ഡിപ്പ് അവർക്ക് വലിയ തിരിച്ചടിയായി മാറുകയും എൽ ക്ലാസിക്കോ അവർ വളരെ ഭംഗിക്ക് ജയിച്ചു. പക്ഷെ അതിനുശേഷം നവംബറിൽ ഉണ്ടായിട്ടുള്ള കാലിടർച്ച, ആ ഒരു നശിച്ച നവംബർ അങ്ങ് പോയി മറഞ്ഞല്ലോ. ഡിസംബർ തുടങ്ങിയതിൽ ഹാപ്പി എന്ന് ഫ്ലിക്ക് പറഞ്ഞ് നാവ് ഉള്ളിലേക്ക് ഇട്ടതേ ഉള്ളൂ. അടുത്ത കളിയിൽ വീണ്ടും പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥിതിവിശേഷം. ബാഴ്സ കഴിഞ്ഞ 5 കളികളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തത് 10 പോയിൻ്റുകളാണ്. സോ അതവർക്ക് വലിയ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് സെവിയയ്ക്കെതിരെ വിജയിച്ച വിജയം അവസാന ഘട്ടത്തിൽ ഗ്രീസി അടിച്ച ഗോളിനവർ വിജയിച്ച് കയറിയതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡായി കഴിഞ്ഞു. ബാഴ്സ ഒട്ടും സേഫല്ല. ഇത്തവണത്തെ ലാലിഗ കിരീടം എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്നാരും കരുതേണ്ടതില്ല. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. 17 കളികൾ കളിച്ചിട്ട് 12 വിജയവും 2 സമനിലകളും 3 തോൽവികളുമായിട്ട് 38 പോയിൻ്റോടെ ബാഴ്സ ഒന്നാമതാണെങ്കിലും രണ്ടാമതുള്ള റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും 16 വീതം കളികളെ കളിച്ചുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 16 കളി കളിച്ച റയൽ 11 വിജയങ്ങൾ 3 സമനിലകൾ 2 തോൽവികൾ 36 പോയിൻ്റോടെ നിൽക്കുകയാണ്. അതായത് അവർ കുറച്ച് കളിച്ച ആ ഒരു കളിയുണ്ടല്ലോ, അതവർ വിജയിച്ചാൽ അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നാം സ്ഥാനം പിടിക്കാം. ഒന്നാം സ്ഥാനം പിടിക്കണമെങ്കിൽ നിലവിൽ അവർക്ക് മറ്റുള്ളവരുടെ റിസൾട്ടിനെ ആശ്രയിക്കേണ്ടതില്ല. സ്വന്തം റിസൾട്ട് കൃത്യമായി കൈകാര്യം ചെയ്താൽ മതി, പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യാതിരുന്നാൽ മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. അത്ലറ്റിക്കോ മാഡ്രിഡ് ആവട്ടെ 16 കളികൾ 10 വിജയം 5 സമനില ഒരേ ഒരു തോൽവി 35 പോയിൻ്റ്. അവരും ബാഴ്സയേക്കാൾ ഒരു കളി കുറച്ചാണ് കളിച്ചത്. ആ കളി കൂടി അവർക്ക് വിജയിച്ചെടുക്കാൻ പറ്റിയാൽ ബാഴ്സക്കൊപ്പം എത്തുക എന്നുള്ളത് അവർക്കും പ്രശ്നമല്ല. ചുരുക്കത്തിൽ ബാഴ്സയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് കൈവിട്ടു പോകുന്നുവോ എന്നൊരു തോന്നൽ ആരാധകർക്ക് തന്നെയുണ്ട്. തിരികെ വന്നേ പറ്റൂ അവർക്ക് ഇത്തവണ കിരീടം നേടണമെങ്കിൽ. എന്നാൽ ആഞ്ചലോട്ടിയും ഡിയേഗോ സിമിയോണിയും ഒരുങ്ങി തന്നെയാണ്. ഇനിയുള്ള മത്സരങ്ങൾ തീ പാറുമെന്ന കാര്യം ഉറപ്പാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനോട് ഇതാ ബാഴ്സയുടെ മത്സരം തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി നോക്കുക. അടുത്ത മത്സരം ചാമ്പ്യൻസ് ലീഗിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെയാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ലഗാനസും അതിനുശേഷം അത്ലറ്റിക്കോ മാഡ്രിഡുമാണ് ബാഴ്സയ്ക്ക് മുന്നിലേക്ക് വരുന്നത്. ലാലിഗ കോംപ്ലിക്കേറ്റഡ് ആവുന്നു. ആർക്കും ഒട്ടും ഉറപ്പല്ല, സേഫല്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.